ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ബീഫ് റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കഴിക്കണം. അത്രയും രുചിയുള്ളൊരു ബീഫ് റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3/4 കിലോഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ബീഫ് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടാണ് ബീഫ് എടുത്തിരിക്കുന്നത്. ഈ ബീഫ് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 കപ്പ് വരെ വെള്ളം, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പ്രഷർ കുക്കർ നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. അടുപ്പത്തേക്ക് മാറ്റിയിട്ട് നമുക്കൊരു 6-7 വിസിൽ വരുന്നത് വരെ ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഓരോരുത്തരുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. ഒരു 6-7 വിസിലിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബീഫ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കണം, ബീഫ് വെന്ത് ഉടഞ്ഞു പോവരുത്. ഒരു പാകത്തിലുള്ള വേവായിരിക്കണം. നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ബീഫിൽ കുറച്ച് ഗ്രേവി ഉണ്ട്. നമ്മൾ വേവിക്കുന്ന സമയത്ത് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബീഫിലുള്ള വെള്ളവും കൂടി ഇറങ്ങിയിട്ടുണ്ടാവും. കുറച്ച് ഗ്രേവി ഇതിലുണ്ട്. അപ്പോൾ ഈ ഗ്രേവിയോട് കൂടിയിട്ട് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാം. നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഗ്രേവിയും കൂടി ചേർത്തിട്ട് വേണം ഉണ്ടാക്കാൻ. എങ്കിലേ നല്ല രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിനി റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വരെ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം മുഴുവനൊന്ന് പൊട്ടിക്കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു 1/2 കപ്പ് വരെ ചെറിയ ഉള്ളി, അതായത് കുഞ്ഞുള്ളി തൊലി കളഞ്ഞ് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുഞ്ഞുള്ളി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം. അത്ര വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഉപ്പും കൂടി ചേർത്തിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റുക. ഉള്ളിയുടെ കളർ ഇപ്പോൾ കുറച്ച് മാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് ക്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കുക. ഇനി പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി പൊടികളുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് സമയമെങ്കിലും ഈ പൊടികളിങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ഗ്രേവിയോട് കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ബീഫ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കാം. നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന ബീഫും ഇതിലാദ്യമുള്ള മസാലകളും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ചിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ബീഫും മസാലകളും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന, അതായത് ഇപ്പോൾ ചേർത്തിരിക്കുന്ന പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് ഇപ്പോൾ മാറിയിട്ടുണ്ടാവും. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പിയെടുക്കാം. ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിത് സെർവിങ് ബൗളിലേക്ക് വിളമ്പാം.
അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ട, ചപ്പാത്തി, നാൻ അങ്ങനെ എന്തിൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെയാണെങ്കിലും എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്